ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ റെമഡി പാർട്ടിലെ ഈ പറഞ്ഞ വിഷുവിന്റെ വീഡിയോ ഉണ്ട്. വിഷുവിന്റെ വീഡിയോക്കകത്ത് പല റെമഡി പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് അത് പോയിട്ട് കാണും. അതുപോലെ ഈ പറയുന്ന ഈ വീനസ് മാർസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉള്ള ബർത്തിയായിട്ടുള്ള ലേഡീസ് നോക്കി കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് ഒരു റിച്ച് ഫാമിലി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡിന് അത്യാവശ്യം പൈസ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള അത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതേമാതിരി വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് നേരെ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ശുക്രനും ചൊവ്വാടെ ഒക്കെ കോമ്പിനേഷൻ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരാളുടെ ഇങ്ങനെയുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് ബർത്തിയായിട്ടില് ശുക്ര നിൽക്കുന്നു, അത് കഴിഞ്ഞ് ചൊവ്വ നിൽക്കുന്നു, രാഹു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഈവൻ കല്യാണം കഴിഞ്ഞാലും മൾട്ടിപ്പിൾ റിലേഷൻസ് പോകുന്ന ഒരു ഇതാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് അതിന്റെ ഒക്കെ ആംഗിളും കാര്യങ്ങളും റേഡിയേഷനും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഈ മാത്രമല്ല ചില ആൾക്കാര് സെപ്പറേറ്റ് റൂമിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന വീനസ് അതായത് ശുക്രന് ചൊവ്വ അത് കഴിഞ്ഞ് ശനി കയറി വരുവാണെന്ന് വെച്ചു, ശനിയും അത് കഴിഞ്ഞ് മാർസ് വരുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കണക്ടിവിറ്റി ആണ്. അതിന്റെ ഡിഗ്രി നമ്മൾ നോക്കണം. ആ ഡിഗ്രി വെച്ചിട്ട് നോക്കിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഹസ്ബൻഡും വൈഫും ഒഴിച്ച് കിടന്ന്